ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാവതേ നമ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിരിസംഭൂതരാമംഭോ നിധിസംഗത ശ്രീമദ് രാമായണീ പുനഃ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 131 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡം 29 വരെയുള്ള സർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ വർഷകാലത്ത് സീതാവിരഹ ദുഃഖം അനുഭവിക്കുന്ന രാമൻ്റെ വിലാപവും മറ്റുമാണ് പ്രതിപാദിച്ചത്. ഇനി 30ാമത്തെ സർഗത്തിൽ മഴക്കാലം കഴിഞ്ഞു, വേനൽക്കാലം സമാഗതമായി. ആ സമയത്ത് രാമൻ്റെ വാക്കുകളും തന്നോട് പ്രതിജ്ഞ ചെയ്ത സുഗ്രീവൻ എത്തിച്ചേരാത്തതിൽ അദ്ദേഹത്തിൻ്റെ വിഷമമൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ സുഗ്രീവൻ നമ്മൾ 29ാം സർഗത്തിൻ്റെ ഒടുവിൽ കണ്ടു. വാനരന്മാരൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ദൂതന്മാരയച്ചിട്ടുണ്ട്. അവർ പലരും എത്തിക്കഴിയുകയും ചെയ്തു. പക്ഷെ അതൊന്നും പ്രസ്രവണ പർവ്വതത്തിൽ ഗുഹയിൽ കഴിയുന്ന രാമനോ ലക്ഷ്മണനോ സ്വാഭാവികമായിട്ടും അറിയുന്നില്ല. അതുകൊണ്ട് സുഗ്രീവൻ തങ്ങളുടെ അടുത്തേക്ക് വന്നു കാണാത്തതുകൊണ്ട് മഴക്കാലം കഴിഞ്ഞിട്ട് സുഗ്രീവനെ കാണുന്നില്ലല്ലോ എന്നുള്ള ആ വേവലാതിയും ആ ക്രോധവും ഒക്കെ രാമൻ ഉണ്ടാവുകയാണ്. പിന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നയാൾക്ക് ചെറിയ സമയം പോലും വലുതായി തോന്നുമല്ലോ. സീതാവിരഹ ദുഃഖിതനായ രാമനതുകൊണ്ട് ഈ സുഗ്രീവൻ തന്നോട് ചെയ്ത പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറുകയാണോ എന്നൊക്കെ സംശയിക്കുന്നു. അതുകൊണ്ട് ക്രോധിക്കുന്നു. അപ്പോൾ ലക്ഷ്മണൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെയാണ് 30ാം സർഗം മുതൽക്കുള്ള ഭാഗത്ത് കാണുക. ഒരാദ്യത്തെ ശ്ലോകത്തിന് കാണാം: ഗൃഹം പ്രവിഷ്ടേ സുഗ്രീവേ വിമുക്തേ ഗഗനേ ഖനൈ വർഷരാത്രേ സ്ഥിതോ രാമ കാമശോകാഭിപീഡിത. അത് മഴക്കാലം കഴിഞ്ഞു, വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞു, ആകാശം കാർമേഘമുക്തമായി. ആ സമയത്ത് ആ രാമൻ കാമശോകാഭിപീഡിത, കാമശോകങ്ങളെ കൊണ്ട് പീഡിതനായില്ല. ആകാശമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും ആ സുഗ്രീവൻ തൻ്റെ അടുത്തേക്ക് വരികയോ സീതാന്വേഷണത്തിന് വേണ്ട ഏർപ്പാടുകളും ചെയ്യുന്നതായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അവൻ പാണ്ഡുരംഗകനം ദൃഷ്ട വിമലം ചന്ദ്രമണ്ഡലം, ചന്ദ്രമണ്ഡലമൊക്കെ തെളിഞ്ഞ് മാലിന്യമൊന്നുമില്ലാതെ കാർമേഘങ്ങളൊന്നുമില്ലാതെ ആകാശം തെളിഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് കാമവൃത്തഞ്ച സുഗ്രീവൻ നഷ്ടാഞ്ച ജനകാത്മജാൻ ദൃഷ്ട കാലമതീതഞ്ച മുമോഹപരമാതുര. മോഹിച്ചു എന്നുള്ള വാക്കാണ് മുമോഹ. ഈ മോഹം എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ കൃത്യാകൃത്യങ്ങൾ, ധർമാധർമ്മങ്ങളെന്ന് വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിക്കുക, ഭ്രമിച്ച പോലെ. അപ്പോൾ വിരഹദത്തനായ രാമന് ഉണ്ടായാലും മോഹമുണ്ടായി. എന്നിട്ട് അദ്ദേഹം വിലപിച്ചു എന്നാണ്. ദൃഷ്ടാച വിമലം വ്യോമ, ആകാശം മുഴുവൻ തെളിഞ്ഞതായി കണ്ടിട്ട് മഴക്കാലം കഴിഞ്ഞെന്ന് കണ്ടിട്ട് സുഗ്രീവനെ കാണാത്തതുകൊണ്ട് വിലല വാർത്തയാകില, വിലപിച്ചു. ആ സുഗ്രീവൻ തനിക്ക് കിട്ടേണ്ടവ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ മറന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വിലപിക്കുന്നത്. ആസീന പർവ്വതസ്യാഗ്രേ ഹേമധാതു വിഭൂഷിതേ ശാരദംഗനം ദൃഷ്ട്വാ ജഗാമ മനസാ പ്രിയാം. ആകാശമൊക്കെ തെളിഞ്ഞു കണ്ടു, മഴക്കാലം കഴിഞ്ഞു. തൻ്റെ പ്രിയതമയായ ആ രമൻ സീതയെക്കുറിച്ച് എന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. അത് ഇങ്ങനെ വിചാരിക്കുകയാണ്. യാവുരാ കളഹംസാന, ഈ ഇങ്ങനത്തെ കാലങ്ങളിൽ സീതയോടൊത്ത് 10-11 വർഷക്കാലം കാട്ടിൽ കഴിഞ്ഞുവല്ലോ. ആ കാലത്ത് ഈ വേനൽക്കാലത്ത് സീതയായിട്ട് കഴിഞ്ഞിരുന്ന നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. ഈ വേങ്ങമരങ്ങളെയൊക്കെ കണ്ടിട്ട് എന്നെ കാണാനൊറി എങ്ങും കാണാത്ത അവൾ നോക്കി നടക്കുന്നുണ്ടാകുമോ എന്നൊക്കെ വിചാരിക്കുക. അദ്ദേഹം ഇണപിരിയാതിരിക്കുന്ന പക്ഷികളുടെ കൂകൽ കേട്ടിട്ട് വെള്ളത്താമര കണ്ണയാളായ അവൾ, വെള്ളത്താമര പോലെ വിശാലമായ കണ്ണോടുകൂടി അവൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടാവും, എന്നെ കഴിയാതെ വിഷമിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പലതും പറഞ്ഞ് വിലപിക്കുകയാണ്. നിസ്വനം ചക്രവാകാനാം നിശമ്യ സഹചാരിണാം പുണ്ടരീക വിശാലാക്ഷി കഥമേഷാ ഭവിഷ്യതി സരാംശി സരിതോ വാപി കാനനാനി വനാനിര തം വിനാ മൃഗശാവാക്ഷി.
ചരന്നദ്യ സുഖം ലഭേ. സരസ്സുകളിലും നദികളിലൊക്കെ എൻ്റെ കൂടെ സുഖമായിട്ട് കഴിഞ്ഞിരുന്നവളാണ്. അങ്ങനെയുള്ള ഞാൻ എനിക്ക് എങ്ങനെ സ്വസ്ഥത ഉണ്ടാവാനാണ് അവളില്ലാതെ എന്ന് പറയാണ്. താം വിനാ യശാഭാക്ഷി, പേടമാന്മികയാളായ അവളെ കാണാതെ ഞാനിങ്ങനെ കഴിച്ചു കൂട്ടും. അഭിധം മദ്യോഗാശ്ച സൗകുമാര്യഭ്യസ്തമാമിനിം. അതേപോലെ എൻ്റെ വിയോഗം കൊണ്ട്, എന്നെ കാണാത്തതുകൊണ്ട് അവളുടെ മൃദുലമായ മനഃപ്രകൃതിയൊക്കെ വല്ലാതെ വിഷമം അനുഭവിക്കുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിലപിക്കുകയാണ്. ഏവമാത് നരശ്രേഷ്ഠോ വിലലാപ പത്മജ. ആ രാജപുത്രൻ ഇങ്ങനെയൊക്കെ വിലപിച്ചു. വിഹംഗൈവസാരംഗ സലിലം തൃശേശ്വരി. വേഴാമ്പലുകളെ പോലെ എന്നാണ്. വേഴാമ്പലുകൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതേപോലത്തെ വേഴാമ്പലുകളെ പോലെ കരഞ്ഞു. സചിന്തയാ ദുസ്സഹയാവരീതം വിസജ്ഞമേകം വിജനേ മനസ്വി ഭ്രാതൃവിഷാദാൽ ത്വരിതോ ത്രിദീന സമീക്ഷ്യ സൗമിത്രിവാചദീനം. ഇങ്ങനെ തൻ്റെ ജ്യേഷ്ഠൻ വളരെയധികം ദുഃഖതപ്തനായി, പീഡിതനായി, കാമപീഡ കൊണ്ടും വിരഹപീഡ കൊണ്ടും ഒക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോൾ ആ ലക്ഷ്മണൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കത്തക്ക രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു. കിമാര്യ കാമസ്യ വശങ്കേന. അല്ലയോ ജ്യേഷ്ഠ, അല്ലയോ ആര്യപുത്ര, അങ്ങ് ഈ കാമത്തിന് വശകനാവരുത്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? കിം ആത്മപൗരുഷ്യ പരാഭവേന. സ്വന്തം പൗരുഷത്തെ മറന്നിട്ട് ഇങ്ങനെയൊക്കെ വികാരങ്ങൾക്ക് ഇരയായി തീരരുത്. അങ്ങിങ്ങനെ വിഷാദമില്ലാക്കിയാൽ പിന്നെ വിഷാദത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? യഥാർത്ഥത്തിൽ ആത്മവീര്യം കൊണ്ട്, യോഗശക്തി കൊണ്ട് ഇതിനെ കീഴടക്കാനാവണം. വേണമെന്നുണ്ടെങ്കിൽ മനസ്സിന് ദാർഢ്യം ഉണ്ടാവണം. അതുകൊണ്ട് ക്രിയാഭിയോഗം മനസാ പ്രസാദം സമാധിയോഗാനുഗതം കാലം സ്വകർമ്മഹേതും കുരുഷ്വതാത. തനിക്ക് വിധിമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ദുഃഖത്തെ മറികടക്കണം. ഈ ദുഃഖിച്ചുകൊണ്ട് എന്ത് കാര്യം? അങ്ങനെ ദുഃഖിക്കരുത്, ആത്മവീര്യം വീണ്ടെടുക്കൂ. ശോകതപ്തനായി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് തൻ്റെ കർത്തവ്യം വേണ്ട പോലെ അനുഷ്ഠിക്കാൻ സാധിച്ചൊന്നും വരില്ല. എന്നാൽ ജാനകി മാനവംശനാഥ ത്വയാസനാഥ സുലഭാവരേണ. ആ ജാനകി ദേവിക്ക് കാര്യമായ അപകടമൊന്നും പറ്റില്ല. അതുകൊണ്ട് കാരണം എരിയുന്ന അഗ്നിയോട്, കത്തുന്ന അഗ്നിയോട് ആർക്കും ഏറ്റുമുട്ടാൻ കഴിയില്ലല്ലോ. അതേപോലെ അവളുടെ ചാരിത്രാദി ഗുണശീലങ്ങളെ കൊണ്ട് അവൾക്ക് പരാഭവം ഉണ്ടാക്കാൻ വേറെ സാധിക്കില്ല. ഇന്നിങ്ങനെയൊക്കെ ആ അനുജൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വഭാവജം വാക്യം ഉവാച രാമ. രാമൻ തൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വാക്ക് ലക്ഷ്മണനോട് പറഞ്ഞു. എന്താ പറയുന്നത്? ഇന്ദ്രൻ മഴവെള്ളം കൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ തർപ്പണം ചെയ്യാണ്. സസ്യങ്ങൾക്ക് ഇതാ പുഷ്പവൃഷ്ടി ഉണ്ടാക്കുന്നു. കർമ്മമനുഷ്ഠിച്ച് കൃതകൃത്യമായി തീരുന്നു. ഈ മഴ പൊടിച്ച് പർവ്വതങ്ങളൊക്കെ, മേഘങ്ങളൊക്കെ മഴ പൊടിച്ച് പ്രശാന്തങ്ങളായി കഴിഞ്ഞു. പക്ഷേ ആ സുഗ്രീവൻ വരുന്ന കാണുന്നില്ലല്ലോ എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് എനിക്കിത് അധികം ദുഃഖമുള്ളതാണ്. അതുകൊണ്ട് ഘനാനം വാരണാനഞ്ച മയൂരാണഞ്ച ലക്ഷ്മണ നദപ്രസ്രവണാനഞ്ച പ്രശാന്ത സഹസാനഖ. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞു. ആ കാലത്തെ വർണ്ണിക്കുകയാണ് കുറേ ശ്ലോകങ്ങളിൽ. ഇവിടെ ഇപ്പോൾ ആ സുഗ്രീവൻ എത്താത്തത് എന്താണെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്ലോകങ്ങളൊക്കെ മനോഹരമായ ശ്ലോകങ്ങളാണ്. നേരത്തെ മഴക്കാലത്ത് വർണ്ണിച്ചാണ്. മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം വന്നപ്പോൾ പ്രകൃതിയിലുള്ള ദൃശ്യങ്ങളുടെ മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് രാമൻ. ശാഖാസു സന്തപ്ത പാദപാനം പ്രഭാസുതാര അർക്കനിശാകരാണാം ലീലാസു ജൈവോത്തമവാരണാനാം ശ്രീവിദ്യാദ്യജലപ്രവൃത്ത. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏഴെല്ലാം പാലകൾ ഒക്കെ പൂത്തിട്ടുണ്ട്. അവരുടെ കൊമ്പുകളിലും നക്ഷത്രങ്ങളുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയൊക്കെ പ്രഭകളിലും ഒക്കെ ശരൽക്കാലം തൻ്റെ സ്ത്രീയെ പകുത്തി വെച്ചിരിക്കുന്നതാണ്. ശരൽക്കാലം വേനൽക്കാലം തൻ്റെ ഐശ്വര്യത്തെ ഇവിടേക്കായിട്ട് വിഭജിച്ച് വെച്ചിരിക്കുന്നു. അവിടെയൊക്കെ അതിൻ്റെ പ്രഭാവം കാണാനുണ്ട്. സപ്തച്ഛദാനാങ്കുസുമോപഗന്ധി ഷഡ്പാദവൃന്ദൈർ അനുഗീയമാന. ഷഡ്പദങ്ങളൊക്കെ ശബ്ദമുണ്ടാകുന്നുണ്ട്. അതൊക്കെ സന്തോഷമായിട്ട് പറന്ന് നടക്കുകയാണ്. എല്ലാവർക്കും പുഷ്പങ്ങളുടെ ഗന്ധം ഉണ്ട്. ഇങ്ങനെ നേരത്തെ 29 വർഷകാലത്ത് വർണ്ണിച്ച പോലെ ഇവിടെ ശരൽക്കാലത്ത് വർണ്ണിക്കുകയാണ്. നമ്മൾ പറഞ്ഞു കാവ്യങ്ങളിൽ ഋതുവർണ്ണനയും കാലഭേദങ്ങളുടെ വ്യക്തമായ വർണ്ണനയൊക്കെ
പതിവുള്ളതാണ്. അത് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. മനോജ്ഞഗന്ധൈ പ്രിയകൈരനൽപ്പൈ പുഷ്പിത പുഷ്പാതിഭാരാവനതാഗ്രശാഖൈ. പുഷ്പങ്ങളുടെ അലം കൊണ്ട് കൊമ്പുകളൊക്കെ താഴ്ന്നു വരുന്നു. വലിയ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നെന്നാണ്. അങ്ങനെയുള്ള ഈ കാലം മാറിക്കഴിഞ്ഞു. പിന്നെ മതിലൊഴുക്കിക്കൊണ്ട് പുളപ്പാർന്ന് കഴിയുകയാണ് ആനകളും വലിയ കാളകളൊക്കെ. പിന്നെ എന്തൊക്കെയാണുള്ളത്? മനോജ്ഞങ്ങളായ പ്രിയകങ്ങൾ, വേഗങ്ങൾ പുഷ്പഭാരം കൊണ്ട് ചാഞ്ഞു നിൽക്കുന്നു. കൂടി ഈ കൊമ്പനാനകൾ താമര പോയി കഴിഞ്ഞ് പ്രിയത്തോടു കൂടിയിട്ട് മതം കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാം. കൊമ്പന്മാർ മന്ദഗതിയോട് കൂടിയവരായി തീർന്നു. അത് ഈ ഇണകളോടുകൂടി പിടിയാനകൾ നടക്കുന്നതുകൊണ്ടാണ്. ശരദ്ഗുണാപ്യായുധരൂപശോഭ പ്രകർഷിത പാംസു സമുത്ഥിതംഗ മതൽക്കടാ സമ്പ്രതി യുദ്ധലുബ്ധ വൃഷാഗവം മധ്യഗതാ നദന്തി. വൃഷങ്ങൾക്ക് വലിയ കാളകൾ മടപ്പാതോടുകൂടി പൊടിയിൽ കുളിച്ചിട്ട് നടക്കുകയാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇതൊക്കെ കാണിക്കുന്നതാണ്. ഈ പിടിയാനകളും ആനകളും പിന്നെ വൃഷഭങ്ങൾ, കാളകളൊക്കെ ഇണകളോട് ചേർന്നിരിക്കുകയാണ്. താനാകട്ടെ തൻ്റെ പ്രിയതമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതാണ് ഈ പറയുന്നത് താല്പര്യം. അതുകൊണ്ട് ആ വിരഹദുഃഖം വർദ്ധിക്കുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക സീതയെക്കുറിച്ചുള്ള വിചാരം കൊണ്ട് കൂടുതൽ വിഷമിക്കാനാണ്. പറഞ്ഞു, നദീഘന പ്രസ്രവണോദകാനാം അതിപ്രവൃദ്ധാനിലബർഹിണാനാം പ്ലവങ്കമാനാഞ്ച ഗതോത്സവാനാം ധ്രുവന്റെ സമ്പ്രതി സംപ്രണഷ്ട. അപ്പം ആ സീത ഇല്ലാതിരിക്കുന്ന ഞാൻ കൊണ്ട് വിഷമിക്കുന്നു എന്നാണ്. നദികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ വേഗം പൂണ്ട് കാറ്റുകളോടും മയിലുകളോടും തവളകളുടെയൊക്കെ ശബ്ദത്തോടു കൂടി നിലച്ചു പോയിരിക്കുന്നു. അതായത് നേരത്തെ മഴക്കാലത്ത് തവളകളുടെ ശബ്ദമൊക്കെ കേൾക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല എന്നർത്ഥം. ശരൽക്കാലം വന്നു കഴിഞ്ഞു. ധ്രുവന്റെ സമ്പ്രതി സംപ്രണഷ്ട അനേകവർണ്ണ ശ്രീനിഷ്ഠകായ നവോദിതേഷു അമ്പുധരേഷു നഷ്ട. വലിയ കാർമേഘങ്ങൾ ആകാശത്തിൽ നേരത്തെ കാണാനുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഇല്ലാതായി. കാലമൊക്കെ തെളിഞ്ഞു അർത്ഥം. ഈ സമയത്ത് ആ സീത ഇല്ലാതാനിങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. സാരസപക്ഷികളുടെ മനോഹരമായൊരു നിര തന്നെ നദീതീരങ്ങളിൽ കാണാനുണ്ട്. ഇങ്ങനെ ആ പ്രകൃതിയെ മുഴുവൻ നോക്കുമ്പോൾ അതിനെ വർണ്ണിക്കുക. അതോടൊപ്പം താൻ ഇങ്ങനെ ഏകനായി പ്രിയയെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണല്ലോ എന്നുള്ള ആ ഖേദം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സമയത്ത് അങ്ങനെ കുറേ വർണ്ണിച്ച ശേഷം സുഗ്രീവൻ എന്താണ് യഥാർത്ഥനെ കുറിച്ചുള്ള തൻ്റെ വ്യഥ, തൻ്റെ ആശങ്ക, സുഗ്രീവൻ വാക്കിൽ നിന്ന് പിന്മാറുകയാണോ എന്നുള്ള പരിഭവം എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള മനോഹരമായ വർണ്ണനയാണ്. എല്ലാ ശ്ലോകങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. കുറച്ച് ശ്ലോകങ്ങൾ മാതൃകയായിട്ട് കേൾപ്പിക്കുകയാണ്. മീനോപസന്ദർശിത മേഖലാനന്ദീവധൂനംഗതയുദ്യമന്ത കാന്തോപഭുക്താലസകാമിനീനാം പ്രഭാതകാലെ ക്ഷിവകാമിനീനാം സചക്രവാകാനി സശൈലവാനി കാശൈതുകൂലൈരിവ സംവൃതാനി സപത്രരേഖാണി സരോചനാനി വധൂമുഖാനി ഇവ നദീമുഖാനി. എന്നൊക്കെയുള്ളത്. തെളിഞ്ഞ വെള്ളമാണുള്ളത്. പൂവിൻ്റെ ചിരി, പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ട് എന്നർത്ഥം. ക്രൗഞ്ചങ്ങളുടെ കോലുണ്ട്, വളഞ്ഞ നെൽപ്പാടങ്ങൾ, മന്ദമാരുതൻ, മേഘാവൃതമല്ലാത്ത ചന്ദ്രൻ, ഇവയൊക്കെ വർഷകാലം കഴിഞ്ഞെന്ന് വിളിച്ചോതുകയാണ്. അതായത് ഈ പ്രകൃതിയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് മഴക്കാലം കഴിഞ്ഞിരിക്കുന്നു, വേനൽക്കാലം വന്നു പറയുകയാണ്. പക്ഷെ ആരെ കാണാനില്ല? സുഗ്രീവനെ കാണാനില്ല എന്നാണ്. മത്സ്യങ്ങളാകുന്ന അരഞ്ഞാണുകൾ അണിഞ്ഞിട്ട് നദികൾ വധുക്കളെ പോലെ സഞ്ചരിക്കുകയാണ്. കാന്തന്മാരാൽ ഉപഭോക്തകളായതുകൊണ്ട് അലസകാമിനികളായിരുന്ന കാമിനിമാരെ പോലെ ഒരു ഉപമ അറിയാൻ. അതായത് സംഭവക്ഷീണം കൊണ്ട് ക്ഷീണിതരായിട്ട് അലസഗമനം ചെയ്യുന്ന കാമിനിമാരെ പോലെ ഇതാ നദി ഒഴുകുന്നു. കാന്തോപഭുക്തോ അലസകാമിനീനാം പ്രഭാതകാലേഷു കാമിനീനാം. കാമിനികളെ പോലെ, കാമുകന്മാരാൽ ഉപഭോക്തകളായ കാമിനിമാർ പ്രഭാതത്തിലെ അലസകാമിനികളായി സഞ്ചരിക്കുന്ന പോലെ ഈ നദികളിങ്ങനെ ഒഴുകുകയാണ്. പുഷ്പമാകുന്ന വെൺപട്ടുടുത്തിട്ടാണ് നദികളുടെ മുഖങ്ങളൊക്കെ തിളങ്ങുന്നത്. വെൺപട്ടുടുത്തവയായ നദികളുടെ മുഖങ്ങൾ ഗോരോചനക്കുറികളെ കൊണ്ടൊക്കെ വേണ്ടതുപോലെ ശോഭിക്കുന്നുണ്ട്. കൊറിഞ്ഞി, വേഗ മുതലായതൊക്കെ പുഷ്പിതമായിട്ടുണ്ട്. ഈ സമയത്ത്
ആ കാമൻ വിരഹികളുടെ ദുഃഖത്തെ വർദ്ധിപ്പിക്കാൻ നിൽക്കണം തൻ്റെ പ്രബലമായ വില്ലുകൊടുത്ത് നടക്കുകയാണ് എന്നൊക്കെ സങ്കല്പിക്കുകയാണ്. ആ സമയത്ത് ഈ സുഗ്രീവനെ കാണുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ചത്വാരോ പറയാണ്, ചത്വാരോ വാർഷിക മാസാഗത വർഷശതോപമാ. ആ 4 മാസമുള്ള മഴക്കാലമുണ്ടല്ലോ, അത് വർഷശതോപമാ 100 വർഷം പോലെ എനിക്ക് വിഷമമുള്ളതായിരുന്നു സീതയെ പറ്റിയുള്ള വിരഹദുഃഖം കൊണ്ട്. അതിപ്പോൾ കഴിഞ്ഞു എന്ന് പറയാൻ. ചത്വാരോ വാർഷിക മാസാഗത വർഷശതോപമാ 100 വർഷം പോലെ നീണ്ടതായി തോന്നും. നീണ്ടതായി തോന്നാൻ കാരണം ഇതാണ്, വിരഹദുഃഖം കൊണ്ട് ഓരോ നിമിഷവും വളരെ സുദീർഘം തോന്നും. അങ്ങനെയുള്ള 4 മാസങ്ങളിലാ കഴിഞ്ഞ്. പ്രിയാവിഹീനേ ദുഃഖാർത്ഥേ ഹൃതരാജ്യേ വിഭാസിതേ കൃപാന്ന ഗുരുതേ രാജ സുഗ്രീവോ മൈ ലക്ഷ്മണ. അവിടെയാണ് ലക്ഷ്മണനോട് പരാതി പോലെ സങ്കടത്തോട് പറയുകയാണ്, രാജ്യം നഷ്ടപ്പെട്ടവനായ, ഭാര്യ നഷ്ടപ്പെട്ടവനായ എന്നോട് ആ സുഗ്രീവൻ ഒരു കാരുണ്യം കാണിക്കുന്നില്ലല്ലോ. അയാൾക്ക് നമ്മളെപ്പറ്റി ഇപ്പോൾ ബഹുമാനില്ല. തൻ്റെ കാര്യമൊക്കെ നേടിക്കഴിഞ്ഞു, ബാലിയെ വധിച്ചു കൊടുത്തു, സുഗ്രീവൻ രാജ്യം തിരിച്ചു കിട്ടി, തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടി. അങ്ങനെ ഇരിക്കുന്ന ആൾ സുഖമായിരിക്കുകയാണ്. എൻ്റെ കാര്യത്തിൽ ആകെ ശ്രദ്ധയില്ലല്ലോ എന്ന് സങ്കടമാണ്. അനാഥോ ഹൃതരാജ്യോഹൻ രാവണേന ദർശിത. ഞാനാകട്ടെ രാജ്യം നഷ്ടപ്പെട്ടവനായി, ഭാര്യ നഷ്ടപ്പെട്ടവനായി, ആ രാവണനാൽ അപമാനിക്കപ്പെട്ടവനായി, തൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയല്ലോ. ഇത്യേതൈ കാരണൈ സംയ സുഗ്രീവസ്തു ദുരാത്മന അഹം വാനരരാജസ്യ പരിധൂത പരന്തപാം. അതുകൊണ്ട് അവന് യഥാർത്ഥത്തിൽ ആ ദുരാത്മാവാണ് ആ സുഗ്രീവൻ എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്നെ ഇങ്ങനെ വിട്ടു കളഞ്ഞുവല്ലോ എന്നൊക്കെയാണ് ഈ സങ്കടങ്ങൾ പറഞ്ഞു. കിഷ്കിന്താമ്രവിശ്യത്വം ലക്ഷ്മണനോട് പറയാണ്. അതുകൊണ്ട് നീ ചെന്നിട്ട് ആ സുഗ്രീവനോട്, അയാൾ കാമഭോഗങ്ങൾ മുഴുകി കാലം തന്നെ മറന്നു പോയിരിക്കാം. കാരണം വളരെ കാലം എൻ്റെ ഭാര്യ രമയെ വേർപെട്ട് ബാലിയെ ഭയന്ന് പർവ്വത്ത് കഴിഞ്ഞ ആളാണല്ലോ. അപ്പോൾ സുഖഭോഗങ്ങളൊക്കെ തനിക്ക് കരഗതമായി കഴിഞ്ഞപ്പോൾ ആളിതൊക്കെ മറന്നിരിക്കാം. അതുകൊണ്ട് അല്ലയോ ലക്ഷ്മണ, നീ ചെന്നിട്ട് ആ സുഗ്രീവനെ ഈ കരാറിനെ പറ്റി ഓർമ്മിപ്പിക്കണം. മാർദ്ദവമായിട്ടൊക്കെ പറയേണ്ടു എന്നൊക്കെ പറയാൻ പോകുന്നുണ്ട്. ഏതായാലും സുഗ്രീവൻ നമ്മളോട് വേണ്ടതുപോലെ നീതി കാണിച്ചില്ല എന്നുള്ള പരാതിയാണ് രാമനുള്ളത്. അതുകൊണ്ട് നീ അത് ഓർമ്മിപ്പിക്കാനായി ഇതാ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ ചെയ്യേണ്ട സമയമായി ഓർമ്മിപ്പിക്കൂ എന്ന് പറയാൻ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പ്രിയാവിഹീനെ ദുഃഖാർത്ഥനായി ഞാനിങ്ങനെ കഴിയുകയാണ്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് കിഷ്കിന്താം പ്രവിശ്യ ത്വം ബ്രൂഹി വാനരപുംഗം, അവൻ്റെ നഗരമായ കിഷ്കിന്ധയിൽ ചെന്നിട്ട് അല്ലയോ ലക്ഷ്മണ നീ അറിയിക്കണം. മൂർഖം ഗ്രാമ്യ സുഖേ സക്തം സുഗ്രീവം വചനാന്മമ. അയാൾ ക്ഷുദ്രങ്ങളായിരിക്കുന്ന കാമസുഖങ്ങളിൽ ഗ്രാമ്യസുഖേ സക്തം, ഗ്രാമ്യങ്ങളായ സുഖങ്ങളിൽ ഭ്രമിച്ച് കഴിയാണ്. അതുകൊണ്ട് അവരോടത് പറയണം. ശുഭം വായതി വാപാപം യോഹി വാക്യമുദീരിതം സത്യേന പരിഗൃഹ്ണാതി സവീര പുരുഷോത്തമ. അവരോട് പറയേണ്ടത് എന്താണ്? വാക്ക് നൽകിയ കാര്യം, വാക്ക് പറഞ്ഞാൽ അത് ചെയ്യണം. വാക്ക് പറയുന്നതിന് മുമ്പാണ് അതിൻ്റെ വിഹിതാവിഹിതങ്ങളെ പറ്റിയും ശുഭാശുഭങ്ങളെ പറ്റിയൊക്കെ വേണ്ട പോലെ ആലോചിക്കേണ്ടത്. വാക്ക് പറഞ്ഞാൽ പിന്നെ ശുഭമായാലും അശുഭമായാലും എന്ത് ചെയ്യണം? അത് പാലിക്കണം. അങ്ങനെയുള്ള ആളാണ് പുരുഷോത്തമൻ. സത്യേന പരിഗൃഹ്ണാതി സവീര പുരുഷോത്തമ. കൃതാർത്ഥാഹി അകൃതാർത്ഥാനാം മിത്രാണാഞ്ച ഭവന്തിയേ താൻ മൃതാലവിക്രവ്യാത കൃതജ്ഞനോപഭുഞ്ജത്തെ. ഇങ്ങനെ വാക്ക് പാലിക്കാതെ അതിൽ സുഹൃത്തുക്കളോട് വാക്ക് പറഞ്ഞിട്ട് തൻ്റെ കാര്യമൊക്കെ നേടിക്കഴിഞ്ഞ ശേഷം വാക്ക് പാലിക്കാത്ത ആളിൽ അതിന് വലിയ കഷ്ടമാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ ആ നന്ദി കെട്ടവരാവില്ല ശവം മാംസഭോജികളൊന്നും തിന്നില്ലാണ്. അത് കുറുക്കനോ പട്ടിയോ പോലും അങ്ങനത്തെ ആളുടെ മൃതദേഹം ഭക്ഷിക്കില്ല. അത്രയധികം കുറ്റകരമായ ഒന്നാണ് ഈ കൃതജ്ഞത. ഉപകാരം ചെയ്തവനോട് പ്രത്യുപകാരം ചെയ്യാതിരിക്കൽ. അതുകൊണ്ട് ഇതൊക്കെ ആൾ പറയണം. ഘോരം ജാതര നിർഘോഷം ക്രുദ്ധസ്യ സംയുഗേ നിർഘോഷമിയോജ്യ പുനഃസംശ്രോതുമിച്ഛസി. ഞാൻ ക്രുദ്ധനായി കഴിഞ്ഞാൽ എൻ്റെ ഈ വില്ലാണ് ഞാണിൽ അമ്പ് കോർത്തിട്ടാണല്ലോ വിടുക, അമ്പയക്കുന്നത്, അത് കേൾക്കാൻ അവൻ ഇച്ഛിക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ നമ്മൾ ഭീഷണിപ്പെടുത്തിയാലേ എന്ത് ചെയ്തു എന്ന് വരുള്ളൂ. അപ്പോൾ എൻ്റെ ഞാണൊലി ശബ്ദം ഞാണൊലി കേൾക്കാൻ അവന് മോഹം ഉണ്ടായിരിക്കാം. എന്നെ ക്രുദ്ധനാക്കി കഴിഞ്ഞിട്ട് ഞാൻ വില്ല് പ്രയോഗിക്കുന്നവരെ അയാളൊന്നും ചെയ്തില്ല എന്ന് വരാം. അതുകൊണ്ട് അവനോട് ചെന്ന് പറയൂ, ഞാൻ എൻ്റെ പ്രതിജ്ഞയൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. കാമമേവം ഗതേപ്യസ്യ പരിജ്ഞാതേവരാക്രമേ. അതുകൊണ്ട് അവനോട് ഈ പരാക്രമത്തെ പറ്റിയൊക്കെ അറിയൂ, എൻ്റെ പരാക്രമത്തെ പറ്റി അറിയിക്കൂ.
ആ വർഷകാലം കഴിഞ്ഞാൽ വരുന്നാണല്ലോ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞു. അതുകൊണ്ട് വർഷ സമയകാലന്തു പ്രതിജ്ഞായ ഹരീശ്വര. ആ ബാലനോട് പറയൂ, മാസാൻ വിഹരന്ന ഔദ്ധ്യതേ. കാലം കഴിഞ്ഞ്, മഴക്കാലം കഴിഞ്ഞ്, വേനൽക്കാലം കഴിഞ്ഞ് അറിയാത്ത പോലെയാണ് ആൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ചെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ബാലി ഒരുവനെ മാത്രമേ യഥാർത്ഥത്തിൽ കൊന്നിട്ടുള്ളൂ. പക്ഷേ സത്യത്തെ അതിലംഘിക്കുകയാണ്, അതോ സത്യത്തെ മാനിക്കാതിരിക്കുകയാണ് ഈ സുഗ്രീവൻ ചെയ്യുന്നതെങ്കിലോ ഞാൻ ബന്ധുക്കളോട് കൂടിയിട്ട് കൊല്ലും എന്നാണ് രാമൻ പറയാൻ ഏൽപ്പിക്കുന്നത്. ഇതൊക്കെ ആ സുഗ്രീവനെ ചെന്ന് അറിയിക്കൂ. ഏകേവരണേ ബാലി ശരേണ നിഹതോമയാ. നേരത്തെ ഞാൻ ബാലി ഒരുത്തനെ മാത്രമേ വധിച്ചിട്ടുള്ളൂ. ഈ സുഗ്രീവൻ ഇങ്ങനെ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറി നന്ദി കെട്ടവനായി പെരുമാറുകയാണെങ്കിൽ അയാളെ ഞാൻ കുടുംബത്തോട്, അയാളുടെ സന്നാഹങ്ങളോട് കൂടിയിട്ട് ഭൃത്യന്മാരും അമാത്യന്മാരും ഒക്കെ ഉണ്ടാവില്ല, അവരോട് കൂടി തന്നെ വധിക്കുന്നർത്ഥം. തദേവം വിഹിതേ കാര്യേ ഹിതം പുരുഷർഷഭ. ഇതൊക്കെ ചെന്ന് പറയൂ. കുരുഷ്വ സത്യം മമ വാനരേശ്വര പ്രതിശ്രുതം ധർമ്മമപേക്ഷിതാശ്വതം മാ ബാലിനം പ്രേതഗതോയമക്ഷയേതുമദ്യ പശ്യേവമചോദിതശരീ. അതൊരു തരം ഭീഷണിപ്പെടുത്തുന്ന വാക്കാണ് ഞാൻ പറയുന്നത്. അയാൾക്കൊരു താക്കീത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, അതാ എന്നോട് സുഗ്രീവൻ മുമ്പ് ചെയ്തുള്ള വാക്ക് പാലിക്കുന്നില്ലെങ്കിലോ ആ ബാലിയുടെ ലോകത്തിലേക്ക് സുഗ്രീവന് പോകേണ്ടി വരും, അയാളെ വധിക്കേണ്ടി വരും. മാ ബാലിനം പ്രേതഗതോയമേ. ആ ബാലി പ്രേതലോകത്തേക്ക് ജീവൻ പിടിച്ച് പോയല്ലോ, അതേ ലോകത്തേക്ക് അനുജനായ സുഗ്രീവന് പോകേണ്ടി വരും. അയാൾ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ ഇതാണ് ഉണ്ടാവുക എന്നയാളോട് പറഞ്ഞേക്കുന്നു. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ ലക്ഷ്മണൻ സ്വതേ കുറച്ച് ക്രോധമുള്ള ആളാണ്. പൗരാണിക വീക്ഷണത്തിൽ ലക്ഷ്മണൻ അനന്തൻ്റെ അവതാരമാണല്ലോ, സ്വാഭാവികമായിട്ടും ക്രോധമുള്ള ആളാണ്. ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ രാമാനുജനായ ലക്ഷ്മണൻ പറഞ്ഞു, രാമാനുജ പൂർവജമിത്യുവാച ന വാനരസ്ഥാസ്യതി സാധുവൃത്തേ നമന്യതേ കർമ്മഫലാനുഷംഗൻ ന ഭോക്ഷ്യതേ വാനരരാജ്യലക്ഷ്മീം തഥാഹി അതിക്രമതേ യസ്യ ബുദ്ധി. ലക്ഷ്മണൻ പറഞ്ഞത്, ഈ സുഗ്രീവൻ വാക്ക് പാലിക്കുന്നില്ല, അതാ ഇപ്പോൾ ചെയ്യുന്ന പോലെ നന്ദി കേട്ട് തുടരുകയാണെങ്കിൽ അയാൾ രാജ്യലക്ഷ്മി അനുഭവിക്കാൻ പോകുന്നില്ല, അയാൾ പ്രേതലോകത്തേക്ക് തന്നെ പോകുന്നർത്ഥം. ഞാൻ തന്നെ വേണം അയാളെ വധിക്കുന്നത്. ഇപ്പോഴയാൾ രാജ്യഭോഗങ്ങളിൽ മുഴുകിയിട്ട് കാമാസക്തനായിട്ട് കഴിയാൻ, പക്ഷെ അതിന് തുടരാൻ കഴിയില്ല. അയാൾ ഇവിടുത്തെ പോകുന്ന ഭോക്ഷ്യതേ വാനരരാജ്യലക്ഷ്മി. വാനരരാജ്യമാകുന്ന സുഖഭോഗങ്ങളൊന്നും അയാൾ അനുഭവിക്കുന്നുണ്ടാവില്ല. മതിക്ഷയാൻ ഗ്രാമ്യസുഖേഷു സക്കത തവ പ്രസാദാൽ പ്രതികാര ബുദ്ധി ഹതോഗ്രജം പശ്യതു വീരബാലിനം രാജ്യമേവം ഗണസ്യദേയം. ഇത് പറയുകയും ചെയ്തു, വാക്ക് പാലിക്കാത്തവനായ ഈ സുഗ്രീവന് നമ്മൾ കിഷ്കിന്ധ രാജ്യം ഭരിക്കാൻ, അതിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് കഴിയാൻ വിട്ടുകൊടുക്കണമെന്നില്ല. കാരണം ആൾ നികൃഷ്ടനാണ്. രാജ്യമേവം വിഗുണസ്ഥിതേയം. ഗുണരഹിതനായ വാക്ക് പാലിക്കാത്തവനായ സുഗ്രീവന് രാജ്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് ഞാനതൊക്കെ ചെയ്തു കൊള്ളാം, ഞാൻ വേണ്ട പോലെ പോയിക്കൊള്ളാം എന്നർത്ഥം. അയാളോട് പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. ഇങ്ങനെ വില്ല് കൊലച്ച് പുറപ്പെട്ടപ്പോൾ രാമൻ എന്നെ കുറച്ചൊരാശങ്കയുണ്ടായി. കാരണം ലക്ഷ്മണൻ ക്രോധാധിക്യം കൊണ്ട് അഹിതമായ വലുതും ചെയ്തേക്കുമെന്ന് രാമൻ ഭയന്നു. അതുകൊണ്ട് ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വിരഹവേദന കൊണ്ടും ഒക്കെയാണ് പറഞ്ഞെങ്കിലും നീ ആ സുഗ്രീവനോട് അപ്രിയമായിട്ടൊന്നും പറയരുത്, അയാളെ ഒരു താക്കീത് കൊടുക്കാനുള്ളൊരു കവിഞ്ഞിട്ട് ക്രോധാധിക്യം കൊണ്ടൊന്നും ചെയ്തു കളയരുത് എന്ന് ലക്ഷ്മണനെ കുറച്ച് സാന്ത്വനപ്പെടുത്തുന്ന രീതിയിലാണ് പിന്നീട് രാമൻ പറഞ്ഞത്. രാമൻ ഈ ലക്ഷ്മണൻ്റെ ക്രോധഭാവമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇവൻ അപകടകരമായിട്ട് എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് പറയാണ്, എന്ത് ചെയ്യണം, ഹരിപ്രവീരേ സഖ ബാലിപുത്രോ നരേന്ദ്രപുത്ര വിജയം ഗഹോതു എന്ന് പറഞ്ഞു. കോപമാര്യേണ നഹിവൈതദ്വിധേ ലോകേ പാപമേവം സമാചരൽ. നീ പാപമായിരിക്കുന്ന കാര്യമൊന്നും ചെയ്യരുത്. സന്മാർഗനിഷ്ഠനായ ഭവാൻ എന്ത് ചെയ്യരുത്, അവനോട് ചെയ്ത സഖ്യത്തൊന്നും മറന്നു കളയരുത്. അയാൾ തൽക്കാലം ചില തെറ്റൊക്കെ ചെയ്താൽ നമ്മൾ ക്ഷമിക്കേണ്ടതാണ്. അവിടെ ലക്ഷ്മണൻ കാലം കഴിഞ്ഞതിനെപ്പറ്റി സമയത്ത് ചേർന്ന വിധത്തിൽ ആ സുഗ്രീവനെ അറിയിക്കുക മാത്രമേ വേണ്ടൂ എന്നാണ് ചുരുക്കം പറയുന്നത്. സാമോപഹിതയാ വാച രൂക്ഷാണി പരിവർദ്ധൻ. രൂക്ഷമായ വാക്കൊന്നും പറയേണ്ടതില്ല എന്നർത്ഥം. രൂക്ഷവചനങ്ങൾ കൂടാതെ സമയമായിരിക്കുന്ന ആളെ അറിയിക്കുക മാത്രമേ നീ ചെയ്യേണ്ടുള്ളൂ എന്ന് പറഞ്ഞു.
ലക്ഷ്മണൻ സ്വതേ ക്രോധമുള്ള ആളാണ്. അദ്ദേഹം ക്രോധിക്കുന്ന വീട്ടിലാണ് പോയത്. ക്രോധിക്കുന്ന വീട്ടിൽ നിന്നല്ല, ക്രോധത്തോടുകൂടി തന്നെ പോയത് വൃക്ഷങ്ങളൊക്കെ പറിച്ചെറിഞ്ഞുകൊണ്ടൊക്കെയാണ് പോയെന്ന് പറഞ്ഞില്ല, ആ ക്രോധം കാണിക്കാനാണ്. ചക്രബാണാസന പ്രഖ്യന്ധനു കാലാന്തകോപം എന്നാണ്. യാതർമ്മനെ പോലെ ക്രോധിച്ചുകൊണ്ട് വില്ലെടുത്തിട്ട് പ്രഗൃഹ്യ ഗിരിസംഗാഹം അന്തരസാനും അനിവ, രോഷം വെടിയാത്തവനായിട്ട് പോയി എന്നാണ് കവി പറയുന്നത്. രാമൻ പറഞ്ഞ രോഷം വെടിയോ രൂക്ഷവാക്കൊന്നും പറയരുതെന്നാണ്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? സാലതാലശ്ച കർണശ്ച അതരസ പാതയൻ ബലാതെ, വൃക്ഷങ്ങളൊക്കെ വെറി പിടിച്ച പോലെ പറിച്ചെറിഞ്ഞുകൊണ്ടൊക്കെ പോയി. സാലങ്ങൾ, താലങ്ങൾ, മരുത് മുതലായ മരങ്ങളെ വീഴ്ത്തിക്കൊണ്ടു. നേരത്തെ ഈ മരങ്ങളോടൊന്നും ഈ ക്രോധം ഉള്ളിലുള്ളതുകൊണ്ട് ആ പ്രതികാരവാഞ്ച കൊണ്ട് ചെയ്യാണ്. ഇതൊക്കെ ഗിരിശൃംഗങ്ങളൊക്കെ ചുഴറ്റി എറിഞ്ഞുകൊണ്ടൊക്കെയാണ് പോയതെന്നാണ്. പാറകളെ ഇരുകാലുകൾ കൊണ്ട് തട്ടി തകർത്തു. ഇങ്ങനെയൊക്കെയാണ് ക്രോധിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ കിഷ്കിന്ധയുടെ പുരദ്വാരത്തിലെത്തിയപ്പോൾ ഈ ക്രോധനായി കണ്ണ് ചുവന്ന് അന്ധസമാനായി വരുന്ന ഈ ലക്ഷ്മണനെ കണ്ടപ്പോൾ അവിടെ എപ്പോഴും ആയിരക്കണക്കിന് വാനരന്മാർ എത്തിച്ചേർന്നിരുന്നു. സുഗ്രീവൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് പല പ്രദേശങ്ങളിൽ നിന്നും അനവധി 1000 കണക്കിന് വാനരന്മാർ വന്നിരുന്നു. അവരൊക്കെ ഈ ലക്ഷ്മണനെ കണ്ടു. അവർ തൽക്കാലത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ക്രോധഭാവം കണ്ട് ഭയന്നിട്ടും ഇദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടിയിട്ടും കല്ലും മരങ്ങളൊക്കെ എടുത്ത് കൈപ്പിടിച്ച് വൃക്ഷശീലങ്ങളിലൊക്കെ കയറിയിരുന്നു പറയുന്നത്. കാര്യമൊക്കെ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ ക്രുദ്ധനായ ലക്ഷ്മണനെ നേരിടാന്നൊക്കെ വന്നു. അങ്ങനെ ലക്ഷ്മണൻ കിഷ്കിന്ധയുടെ കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടിനെ പ്രവേശിക്കാറായപ്പോൾ അംഗദനെ കണ്ടു. അംഗദനോട് അവർക്ക് സ്വാഭാവികമായിട്ടും കുറച്ചൊരു വാത്സല്യമുണ്ട്. കാരണം അംഗദൻ്റെ പിതാവായ ബാലിയെ വധിച്ചുവല്ലോ, അതുകൊണ്ടുള്ള കുറച്ചൊരു മാർദ്ദവഭാവമുണ്ട് അംഗദനോട്. അംഗദനെയാണ് ലക്ഷ്മണൻ കണ്ടത്. ലക്ഷ്മണൻ അംഗദനോട് പറഞ്ഞു, നിൻ്റെ പിതൃവിനെ, നിൻ്റെ ഇളയച്ഛനായ സുഗ്രീവനോട് പറയൂ, രാമാനുജനായിരിക്കുന്ന ലക്ഷ്മണൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കുമെന്ന് പറഞ്ഞു. അയാൾ വലിയ ക്രോധിച്ചിട്ടൊന്നുമല്ല പറഞ്ഞെങ്കിലും ലക്ഷ്മണൻ്റെ പൊതുവെയുള്ള ആ ഭാവം കണ്ടപ്പോൾ അംഗദന് ഭയമായി. അംഗദൻ ഉടനെ തന്നെ ഇളയച്ഛനായ സുഗ്രീവനെ അറിയിക്കാൻ വേണ്ടി അന്തഃപുരത്തിൽ കിടക്കുകയാണ്. പക്ഷെ അന്തഃപുരത്തിൽ ചെന്നപ്പോൾ എന്താണ്, ഈ സുഗ്രീവൻ മദ്യവെച്ച് മുതന്മത്തനായും കാമക്രീഡകളിൽ മുഴുകിയിട്ടും ഈ പറഞ്ഞതൊന്നും പെട്ടെന്ന് കേട്ടില്ല എന്നാണ്. അയാൾ താരയോടും രമയോടും കൂടിയിട്ട് വിഹരിച്ച് കഴിയായിരുന്നു എന്നാണ്. താര കാമത്തിന് വേണ്ടി എന്നെ സ്വീകരിച്ചു എന്ന് കാണാം. ഇതൊരു വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ്. നേരത്തെ ബാലിക്ക് ദോഷമായി രാമൻ പറഞ്ഞെന്താണ്, തൻ്റെ സഹോദര ഭാര്യയെ മകളെപ്പോലെ കരുതേണ്ട അവളെ തൻ്റെതാക്കി വെച്ചു, ആ ഒരു പാപം ചെയ്തു, അതുകൊണ്ട് ബാലി വധാർഹനാണ്. ഇവിടെ ഇപ്പോൾ സുഗ്രീവൻ എന്താ ചെയ്യുന്നത്, തൻ്റെ ജ്യേഷ്ഠപത്നിയായ താരയെ തൻ്റെ കാമത്തിന് ഉപയോഗിക്കാൻ, അഥവാ തൻ്റെ കാമവൃത്തികൾക്ക് അവളെ വിധേയാക്കാൻ. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളാണ്. ചില അഭിപ്രായത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്തൃ സഹോദരനെ തൻ്റെ രക്ഷിതാവായി കരുതിയിട്ട് അയാളെ സ്വീകരിക്കാമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിന് ധാരാളം എതിർവാദങ്ങളുമുണ്ട്. ജ്യേഷ്ഠൻ്റെ പത്നി എന്ന് പറഞ്ഞാൽ അമ്മയെപ്പോലെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മയെപ്പോലെയാണെങ്കിൽ അമ്മയുടെ ഭർത്താവ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയെ ആരെങ്കിലും സ്വീകരിക്കാറുണ്ടോ? അതുപോലെ അമ്മയ്ക്ക് തുല്യമാണെന്ന് ബഹുമാനിക്കണമെങ്കിൽ പിന്നെ ജ്യേഷ്ഠൻ മരിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരെ തൻ്റെ കാമത്തിന് വേണ്ടി സ്വീകരിക്കുന്നത് ശരിയാണോ? ഈ ഒരു പ്രശ്നം അഗാധമായിട്ടുള്ളതാണ്. അത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വ്യക്തമായിട്ട് വാൽമീകി പറയുന്നത് താര സുഗ്രീവന് കിഴങ്ങി, അതുപോലെ അവളതിൽ സന്തോഷിക്കുകയും ചെയ്തതാണ്. സുഗ്രീവൻ ബലാത്കാരനെ പിടിച്ചടക്കിയെന്നല്ല, താരയും അതിന് സന്തുഷ്ടയായി കഴിഞ്ഞു എന്നാണ്. ഇതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളും പലതരത്തിലുള്ള വീക്ഷണങ്ങളും പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ഈ ബാലി സുഗ്രീവൻ എന്ന് പറയുന്നത്, സുഗ്രീവൻ ഇന്ദ്രൻ്റെ മകനാണ്. ഇന്ദ്രൻ വർഷ ഋതുവിൻ്റെ ഒരു പ്രതീകമാണ്, മഴയുടെ പ്രതീകമാണ്. അപ്പോൾ ഇന്ദ്രനാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പുരാണങ്ങളിൽ സങ്കല്പമുണ്ടല്ലോ. അതേസമയം സൂര്യൻ്റെ മകനായ സുഗ്രീവനാകട്ടെ ഈ ശരത്കാലത്തിൻ്റെ വേനൽക്കാലത്തിൻ്റെ പ്രതീകമാണ്. താര ഭൂമിയുടെ ഒരു പ്രതീകമാണ്. അപ്പോൾ താര ഈ ഭൂമി എന്ത് ചെയ്യുന്നു, വർഷകാലത്തെ സ്വീകരിക്കുന്ന പോലെ തന്നെ വേനൽക്കാലത്തെയും സ്വീകരിക്കുന്നു.
രണ്ട് ഋതുക്കളെയും മാറി മാറി സ്വീകരിക്കുകയാണ് ഭൂമി ചെയ്യുന്നത്, അല്ല ഒന്നിനെ മാത്രമല്ല. അതുപോലെ ഭൂമിയുടെ പ്രതീകമായിരിക്കുന്ന ധാര ബാലി, അശ്വത്വത്തിൻ്റെ പ്രതീകമായ ബാലിയെ സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വേനൽക്കാലത്തിൻ്റെ പ്രതിരൂപമായ സുഗ്രീവനെ സ്വീകരിച്ചു എന്നൊരാശയം ചിലർക്ക് എഴുതിയിട്ടുണ്ടോ. ഗിൽബർട്ട് മുറയുടെ 5 ടൈപ്സ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം എന്നുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ആദിപ്രരൂപങ്ങളായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ആശയമല്ല എന്നർത്ഥം. ഡോക്ടർ ലീലാവതി ഭാരത സ്ത്രീകൾ എന്നുള്ളതിൻ്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുതിയ കണ്ടുപിടുത്തല്ല എന്ന് പറയാണ്. ഇതപ്പോൾ ഏതായാലും നമ്മൾ രാമായണത്തിൽ കാണുക, ബാലി താരയോടുകൂടി കാമക്കയെ വളർത്തി ചെയ്ത് വസിക്കുകയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വാനരന്മാരൊക്കെ കിഷ്കിന്ധയിൽ എത്താൻ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കാമലീലകളിൽ മുഴുകി മദ്യപാനസക്തനായിരിക്കുകയാണ്. കണ്ണുകളൊക്കെ ചുവന്ന് തൽക്കാലത്ത് ആർക്ക് തലയ്ക്ക് വേണ്ടത്ര വെളിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്കിതൻ അവിടെ ചെന്നിട്ട് ഈ ഇളയച്ചൻ്റെയും തൻ്റെ അമ്മയായ താരയുടെയും രമയുടെ ഒക്കെ കാല് പിടിച്ചു കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ബോധ്യപ്പെട്ടില്ല. അപ്പോൾ പുറത്ത് നിൽക്കുന്ന വാനരന്മാരാകട്ടെ ഈ ലക്ഷ്മണൻ്റെ ക്രോധം കണ്ടിട്ട് ഭയന്നിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കി. ഈ വലിയ ശബ്ദകോലാഹലമൊക്കെ കേട്ടിട്ടാണ് സുഗ്രീവൻ ഉണർന്നത്. തൽക്കാലത്തേക്കുള്ള കാമവീട് എന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടത്തേക്ക് ഹനുമാൻ മുതലായവരൊക്കെ ചെന്നിട്ട് കാര്യങ്ങളുടെ ഓരോ അവസ്ഥ സുഗ്രീവനെ ബോധിപ്പിക്കുന്നതും അങ്ങനെ സുഗ്രീവൻ തൻ്റെ അനന്തര കർത്തവ്യങ്ങളിലേക്ക് കടക്കുന്നതൊക്കെയാണ് ഇനിയുള്ള ഭാഗത്ത് കാണുക. അതടുത്ത ഭാഷണത്തിൽ കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.